ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് കോഴിക്കട്ട ശനിയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട അരിപ്പൊടി ആവശ്യത്തിന് എടുക്കുക. തേങ്ങ, ശർക്കര, ജീരകം, ചെറിയ ജീരകമാണ്, ഏലക്ക. എന്നിട്ട് ജീരകവും ഏലക്കായും കൂടെയും കൂടിയിട്ട് നമ്മളൊരു കല്ലിലിട്ട് ചതയ്ക്കുക. ഏലക്കായുടെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ ചതയ്ക്കാനായിട്ട്. എന്നിട്ട് തേങ്ങയിലേക്ക് മിക്സ് ചെയ്യുക. ശർക്കര നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഉരുക്കിയിട്ട് ശർക്കര എടുക്കുക, അതല്ലാതെ ചീക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കണം കേട്ടോ. കൈ കൊണ്ട് കുഴച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ എല്ലായിടത്തും എത്തത്തുള്ളൂ. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഇത് ശരിക്കും കോഴിക്കട്ട ശനി എന്നും കോഴിക്കട്ട ശനി എന്ന് പറഞ്ഞ് കോഴിക്കട്ട എടുത്ത് ഉണ്ടാക്കി കഴിക്കും. അത് പക്ഷേ എന്താ സംഭവം എന്നുള്ളത് ഇന്നാണ് സത്യത്തിൽ ഞാൻ അറിയണത്. അതായത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയാവുന്നവർക്ക് മിക്കവർക്കും അറിയായിരിക്കും, എനിക്ക് മാത്രമേ എനിക്ക് അറിയാനില്ലാത്തുള്ളൂ. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസറിൻ്റെ ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. അതായത് ലാസർ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിൻ്റെ അവർ സന്തോഷത്തിന് മധുരം കഴിക്കണയാണ്. ആ ഒരു ഇതാണ് ഈ കോഴിക്കട്ട ശനിയായിട്ട് ഇത് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കോഴിക്കട്ടയൊക്കെ റെഡിയായി. നമ്മളത് കണ്ടോ, അടിപൊളിയായിട്ട് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ കോഴിക്കട്ട കഴിക്കട്ടെ കേട്ടോ. അതാ കോഴിക്കട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? അത് കഴിക്കട്ടെ. ആണ് ചെറിയ ഒരെണ്ണം എടുത്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ മുത്ത് ഇവിടെ ഇരുന്ന് ഇഷ്ടം കഴുകുന്നു. ഒന്നും കഴിച്ചേ, എങ്ങനെയുണ്ട്? പുറകിൽ കത്തി വെച്ചോണ്ടിരുന്ന് പറയിപ്പിച്ചു തന്നെ. നല്ല രസമുണ്ട് കേട്ടോ. ഇടൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കോഴിക്കട്ട ശനി.